Hi students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാക്സ് അറ്റ് സോഴ്സിൽ നിന്ന് ഡിഡക്ഷൻ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ആരാണോ ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ ബാധ്യതയുള്ള ആളുകൾ അല്ലെങ്കിൽ അവർക്ക് അതർ ഇൻകം ഷാൽ ഡിഡക്ട് ടാക്സ് അറ്റ് സോഴ്സ് അറ്റ് പ്രിസ്ക്രൈബ്ഡ് റേറ്റ്. ആ സോഴ്സിൽ നിന്ന് തന്നെ ടാക്സ് പിടിക്കുക, അതും പ്രിസ്ക്രൈബ്ഡ് റേറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ഡെപ്പോസിറ്റ് ദ എമൗണ്ട് ഇൻ ഗവൺമെന്റ് ട്രഷറി, അതിനുശേഷം അത് ഗവൺമെന്റ് ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഹവർ ടാക്സ് ഈസ് നോട്ട് ടു ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഓൺ ദ ഫോളോയിങ് ഐറ്റംസ്. താഴെ കുറച്ച് ഐറ്റംസ് പറയുന്നുണ്ട്. ഇതിനൊന്നും നമുക്ക് ആ സോഴ്സിൽ തന്നെ ടാക്സ് ഡിഡക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത്. ഗവൺമെന്റ് ബോണ്ടുകൾ, സെക്യൂരിറ്റീസ്, അതെല്ലാം ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്താവുക. 7 വർഷത്തെ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ ഡിബഞ്ചേഴ്സ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസോ പബ്ലിക് സെക്ടർ കമ്പനിയൊക്കെ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ലിസ്റ്റഡ് ഡിബഞ്ചേഴ്സ് ഇഫ് ദ എമൗണ്ട് ഡസ് നോട്ട് എക്സീഡ് 2500, 2500 മുകളിൽ പോവാത്തതായിട്ടുള്ള ലിസ്റ്റഡ് ഡിബഞ്ചേഴ്സിന്റെ ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് നോട്ട് എക്സീഡിങ് ₹10,000, 10,000-ൽ കൂടുതൽ, മാക്സിമം 10,000 വരെയുള്ള ബാങ്ക് ഇൻട്രസ്റ്റ്. പിന്നെ ലോട്ടറി വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഫ് ദ എമൗണ്ട് ഡസ് നോട്ട് എക്സീഡ് ₹10,000, ഓൺ വിന്നിംഗ് ഫ്രം ഹോഴ്സ് റേസ് ഇഫ് ദ എമൗണ്ട് ഡസ് നോട്ട് എക്സീഡ് 5,000. നമ്മൾ കുതിരപ്പന്തയത്തിലൊക്കെ ജയിക്കുകയാണെങ്കിൽ അതിൻ്റെ എമൗണ്ട് 5,000-ൽ കൂടുതലാവുമ്പോൾ മാത്രമേ ഉള്ളൂ, അത് കൂടി പോവരുത്. എമൗണ്ട് ഡസ് നോട്ട് എക്സീഡ് 5,000-ൽ കൂടുതലാവരുത്. അങ്ങനെയാണെങ്കിലൊന്നും അത് നമുക്ക് എന്തില്ല, സോഴ്സിൽ നിന്ന് തന്നെ അത് ടാക്സ് ഡിഡക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ലോട്ടറി നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ മാക്സിമം 10,000 വരെയൊക്കെ അടിച്ചാൽ നമുക്ക് ടാക്സ് ഡിഡക്റ്റ് ചെയ്യില്ല. ആൻഡ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അറ്റ് 10% ഓഫ് ഡിവിഡൻഡ് പെയ്ഡ് ഓൺ ഡിവിഡൻഡ് എക്സീഡിങ് ₹5,000. നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് 5,000-ന് മുകളിലൊക്കെ പോവുകയാണെങ്കിൽ മാത്രമാണ് 10% ഡിവിഡൻഡ് ടാക്സ് പിടിക്കുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സോഴ്സിൽ നിന്ന് തന്നെ ടാക്സ് പിടിക്കാത്തതായിട്ടുള്ള ഐറ്റംസ്. ഇനി ഡിഡക്ഷൻസ് അലൗബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഈ ഒരു ഹെഡിൽ നമുക്ക് കിട്ടാവുന്ന ഡിഡക്ഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് ഇളവുകൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എനി റീസണബിളി സം പെയ്ഡ് ബൈ വേ ഓഫ് കമ്മീഷൻ ഓർ റെമ്യൂണറേഷൻ ടു എ ബാങ്ക് ഓർ എനി അതർ പേഴ്സൺ ഫോർ ദ പർപ്പസ് ഓഫ് റിയലൈസിങ് സച്ച് ഇൻകം ഓൺ ബിഹാഫ് ഓഫ് ദ അസസി. അസസിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും റീസണബിൾ ആയിട്ടുള്ള ഒരു കമ്മീഷനായിട്ടോ റെമ്യൂണറേഷൻ ബാങ്കിൽ നിന്ന് കിട്ടുന്നോ ഏതെങ്കിലും മറ്റുള്ള മാർഗങ്ങളോട് കിട്ടുന്നതൊക്കെയാണെന്ന് വെച്ചാൽ അതിനൊക്കെ നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നതാണെന്നുള്ളതാണ് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, സെക്യൂരിറ്റി വാങ്ങാൻ വേണ്ടിയിട്ട് ലോൺ എടുത്ത് അതിന് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിഡക്ഷൻ കിട്ടും. എമൗണ്ട് ക്രെഡിറ്റഡ് ബൈ ദ എംപ്ലോയർ ടു ദ എംപ്ലോയീസ് അക്കൗണ്ട് ബിഫോർ ഡ്യൂ ഡേറ്റ്. ഏതെങ്കിലും ഒരു പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ഡ്യൂ ഡേറ്റിന് മുന്നേ തന്നെ എംപ്ലോയിയുടെ അക്കൗണ്ടിലേക്ക് എംപ്ലോയർ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ഇൻ ദ കേസ് ഓഫ് ഇൻകം ഫ്രം ലെറ്റിംഗ് ഓഫ് മെഷീനറി, ഇനി മെഷീനറി, പ്ലാന്റ്, ഫർണിച്ചറൊക്കെ നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇൻകം കിട്ടുകയാണെങ്കിൽ അതിന് ഡിഡക്ഷൻസ് നമുക്ക് കിട്ടും. ഒന്ന് റിപ്പയർ ചെയ്യാൻ വന്നിട്ട് ചിലവുണ്ടെങ്കിൽ അത് ഡിഡക്ഷൻ കിട്ടും. ഇൻഷുറൻസ് പ്രീമിയം, ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിഡക്ഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ ഇൻ ദ കേസ് ഓഫ് എ ഫാമിലി പെൻഷൻ റിസീവ്ഡ് ബൈ വിഡോസ് ഓഫ് ഹെയർസ് ഓഫ് ഡിസീസ്ഡ് എംപ്ലോയി, ഒരു എംപ്ലോയി ജോലി ചെയ്ത് ഇടയിലോ അല്ലെങ്കിൽ അതിന് ശേഷം മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഫാമിലി പെൻഷൻ അവർ ജീവിച്ചിരിക്കുന്ന ബാക്കിയുള്ള ഡിപ്പെൻഡൻസ്, അതായത് വൈഫ് അല്ലെങ്കിൽ മക്കൾ ആരാണെന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ ഫാമിലി പെൻഷൻ കിട്ടുന്നുണ്ടാവും. അങ്ങനെ കിട്ടുന്ന പെൻഷൻ്റെ 1/3 ഓഫ് സച്ച് ഇൻകം, ഒന്നില്ലെങ്കിൽ കിട്ടുന്ന പെൻഷൻ്റെ 1/3 അല്ലെങ്കിൽ ₹15,000 ഏതാണോ കുറവ് അത് നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് ഓഫ് എ ഹൗസ്. സബ്ലെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ലെറ്റ് ചെയ്തിട്ടുണ്ട്, വീണ്ടും അത് വേറൊരാൾക്ക് സബ്ലെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെൻറ്റ്, റിപ്പയർ ചാർജ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ റിസീവ്ഡ്, ഏതെങ്കിലും തരത്തിൽ നമുക്ക് കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കോമ്പൻസേഷൻ്റെ ഇൻട്രസ്റ്റ് 50% ആ ഇൻകം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ കിട്ടുന്ന ഇൻകത്തിൻ്റെ 50% ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എനി അതർ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഹോളി ഓർ എക്സ്ക്ലൂസീവ്ലി ഫോർ ദ പർപ്പസ് ഓഫ് ഏർണിംഗ് ആസ് ഇൻകം ഈസ് ഡിഡക്റ്റബിൾ. അതായത് വിന്നിംഗ് ഫ്രം ലോട്ടറി, കോസ്റ്റ് ഓഫ് ലോട്ടറി ടിക്കറ്റ് പർച്ചേസ്ഡ് കനോട്ട് ബി ഡിഡക്റ്റഡ്. ഈ 2 സംഭവങ്ങൾ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ നമുക്ക് മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർപ്പസ് ഇൻകം എന്നുള്ള ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു പർപ്പസിൻ്റെ ബേസിൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഡിഡക്ഷൻസ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ഇൻകം ഫ്രം അതർ സോഴ്സസ്.
നമുക്കിവിടെ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. ഡയറക്ടർ ഫീസ്, ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീസ് കിട്ടിയിട്ടുണ്ട്. അഗ്രികൾച്ചർ ഇൻകം, ഇന്ത്യയിൽ നിന്നുള്ള അഗ്രികൾച്ചർ ഇൻകം ഉണ്ട്, ശ്രീലങ്കയിൽ നിന്നുള്ള അഗ്രികൾച്ചർ ഇൻകം ഉണ്ട്. ഇന്ത്യൻ കമ്പനിയുടെ ഡിവിഡൻഡ് ഗ്രോസ് ആയിട്ടുള്ളതുണ്ട്. ഫോറിൻ കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. ക്രോസ് വേർഡ് പസിൽ നിന്ന് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഗ്രോസ് എമൗണ്ട്. റോയൽറ്റി ഇൻകം കിട്ടിയിട്ടുണ്ട്, 30,000 എക്സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓണറേറിയം ഉണ്ടായിരുന്നു, ലെക്ചർ ചെയ്യാൻ പോകുന്നതിന് നമുക്ക് ഓണറേറിയം കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഹോഴ്സ് റേസിൽ വിൻ ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് സെക്യൂരിറ്റീസിന് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മറ്റുള്ള ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഐറ്റംസ് എന്നുള്ളത് നോക്കാം. അതിൽ ഡയറക്ടറുടെ ഫീസ്, അത് നമ്മൾ വേറൊരു ഇൻകം തന്നെയാണ്, അതർ സോഴ്സിൽ നിന്ന് വരുന്ന ഇൻകമാണ്, അത് എടുത്തു. ഇന്ത്യയിൽ നിന്നുള്ള അഗ്രികൾച്ചർ ഇൻകം നമുക്ക് ഈ ടാക്സേഷൻ പർപ്പസിന് വേണ്ട, ആവശ്യമില്ല. നേരെ മറിച്ച് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ അത് വേണം. അപ്പോൾ ശ്രീലങ്കയിൽ നിന്നുള്ള അഗ്രികൾച്ചർ ഇൻകം വേണം. ബാക്കി പറഞ്ഞ ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെ ആവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ കമ്പനി, ഡിവിഡൻഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി, ഗ്രോസ് എമൗണ്ട് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് ഗ്രോസ് എമൗണ്ട് ആയതുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 60,000 ഉണ്ട്. ഫോറിൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് 26,500 ഇവിടെ തന്നിട്ടുണ്ട്. വിന്നിങ് ഫ്രം ക്രോസ് വേർഡ് പസിൽസും ഗ്രോസ് എമൗണ്ട് ഫുൾ ആയിട്ടുള്ള തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫുൾ ഇവിടെ കാണിക്കാം. റോയൽറ്റി ഉണ്ട്. റോയൽറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന 1,00,000 അതിൽ 30,000 എക്സ്പെൻഡഡ് ആണെന്ന് പറയുന്നത്. അപ്പോൾ 1,00,000 30,000 കുറച്ച് ബാക്കി 70,000 ഇവിടെ കാണിക്കുക. ലെക്ചർ ചെയ്യാൻ പോകുന്നതിന് ഓണറേറിയം കിട്ടുന്നുണ്ട്. ആൻഡ് ഹോഴ്സ് റേസിന് വിൻ ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് സെക്യൂരിറ്റിയിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 3,06,300 ഇവിടെ കിട്ടിയത്. ഇതാണ് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒഴിവാക്കിയിരിക്കുന്ന ആകെ ഇന്ത്യയിലത്തെ അഗ്രികൾച്ചർ ഇൻകം മാത്രമാണ് ഒഴിവാക്കിയിരിക്കുന്നത്. അതായത് നോ TDS ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി. ഗവൺമെൻറ് സെക്യൂരിറ്റിക്ക് TDS ഇല്ല. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, അത് ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ ടാക്സ് പിടിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. വിന്നിങ് ഫ്രം ഹോഴ്സ് റേസ്, ഗ്രോസ് എമൗണ്ട് ഗിവൺ, ഇവിടെ എല്ലാം ഗ്രോസ് എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങൾ രണ്ടെണ്ണം, ആ വിന്നിങ് ഫ്രം ലോട്ടറിയും അതേപോലെ തന്നെ നമ്മൾ ഇൻട്രസ്റ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾറെഡി ഇവിടെ നമുക്ക് ഗ്രോസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി ടാക്സബിൾ ആണ്. എന്ന് മുതൽ 1 April 2020 മുതൽ ടാക്സബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം ഇന്ത്യൻ കമ്പനിയുടെ ഡിവിഡൻഡ് ടാക്സബിൾ ആയിരുന്നില്ല, പക്ഷെ ഇപ്പോൾ 2020 മുതൽ എന്തായിട്ടുണ്ട്, അത് ടാക്സബിൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി ഇവിടെ നോക്കാം. ശ്രീ തോമസ് റിസീവ്ഡ് ദ ഫോളോയിങ് ഇൻകംസ്, എന്തൊക്കെ ഇൻകം റിസീവ് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ് സെക്യൂരിറ്റിയിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ഡിബെഞ്ചേഴ്സ്, ലോക്കൽ അതോറിറ്റി ഇഷ്യൂ ചെയ്ത ഡിബെഞ്ചേഴ്സ് എന്നുണ്ട്. വായുദൂത് ലിമിറ്റഡ് ഡിബെഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ടാക്സ് ഫ്രീ ഡിബെഞ്ചേഴ്സ് അറ്റ് പവിത്ര ലിമിറ്റഡിന് ഇൻട്രസ്റ്റ് ഉണ്ട്. നോട്ടിഫൈഡ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ള ഇൻകം ഉണ്ട്. പോസ്റ്റ് ഓഫീസ് സേവിങ്സിൻ്റെ ഉണ്ട്. സബ്ലെറ്റിംഗ് റെൻറ്റ് പെയ്ഡ് 2,000 കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് ഇൻകം ഉണ്ട്. അപ്പം നമ്മുടെ കമ്പ്യൂട്ടേഷന് വേണ്ട ഇൻകംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ കേസിൽ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി 14,000, അത് നമ്മുടെ ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ ലോക്കൽ അതോറിറ്റി, നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര രൂപയാണോ കിട്ടുന്നത് അത് ഇൻറ്റു ഡിബെഞ്ചറിൻ്റെ ഇൻട്രസ്റ്റിലെ 10% അവിടെ പിടിക്കേണ്ടത്. അപ്പോൾ ഗ്രോസ് എമൗണ്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ എമൗണ്ട് ഇൻറ്റു 100/90 ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ചെയ്യുമ്പോഴാണ് ഗ്രോസ് എമൗണ്ട് കിട്ടുക. അത് പ്രകാരം നമുക്കിവിടെ 8,000 കിട്ടിയിട്ടുണ്ട്. പിന്നെ വായുദൂത് ലിമിറ്റഡിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതും നമ്മൾ 14,400 ഇൻറ്റു 100/90 ചെയ്യുക. അപ്പോൾ അവിടെ 16,000 ഉണ്ട്. പിന്നെ അടുത്തതിൽ പറഞ്ഞിരിക്കുന്നത് പവിത്ര ലിമിറ്റഡ് ഉണ്ട്. അപ്പോൾ ഈ ടാക്സ് ഫ്രീ ഡിബെഞ്ചേഴ്സ് അല്ലെങ്കിൽ അത് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ ഒരു ഗ്രോസ് എമൗണ്ട് ആണ് കാണേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് പവിത്ര ലിമിറ്റഡിൻ്റെ 36,000 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 36,000 ഇൻറ്റു 100/90 ചെയ്യുമ്പോൾ 40,000 ഗ്രോസ് എമൗണ്ട് കിട്ടി. പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമുക്ക് ഇൻകം റിസീവ് ചെയ്യുന്നുണ്ട്, അത് അതുപോലെ തന്നെ കൊടുത്തു. പിന്നെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് നിന്ന് എക്സംപ്റ്റ് മാക്സിമം എത്ര വരെ ഉള്ളൂ, 3,500 വരെ വരുന്നുള്ളൂ. 3,500 വരെ എക്സംപ്റ്റഡ് ആണ്. നമുക്കിവിടെ ആകെ 600 രൂപയെ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ അത് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഓൾറെഡി നമ്മൾ റെൻറ്റ് കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട് 2,000 രൂപയിൽ, അതിനെ വീണ്ടും നമ്മൾ ലെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് 6,000 രൂപ ഇൻകം കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കൊടുക്കുന്ന 2,000 കിട്ടുന്നത് 6,000. അപ്പോൾ അതിന് നെറ്റ് ഇഫക്റ്റ് എത്ര വരും, 6,000 - 2,000 4,000 ആണ് നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത്. സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ഡിബെഞ്ചേഴ്സ് എപ്പോഴും ഗ്രോസ് ഡബിൾ ഉണ്ടാവുക.
മ്യൂച്വൽ ഫണ്ട് ഫുള്ളി ടാക്സബിൾ ആണ്. അപ്പോൾ ആ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തന്ന മ്യൂച്വൽ ഫണ്ട് എമൗണ്ട് അതേപോലെ തന്നെ എഴുതുക. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് നമുക്കിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അതെപ്പോഴും ഗ്രോസ് അപ്പ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെയൊക്കെ ഡിബഞ്ചേഴ്സ് ഉണ്ട്, ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് അത് തന്നിട്ടുണ്ടെങ്കിൽ ഗ്രോസ് അപ്പ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഓൾവേസ് ഗ്രോസ്ഡ് അപ്പ്. എപ്പോൾ കാണുമ്പോഴും ഈ ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ അത് ഗ്രോസ്ഡ് അപ്പ് ആയിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇൻകം ഫ്രം അതർ സോഴ്സ് കണ്ടുപിടിക്കേണ്ട ഒരു മെത്തേഡ് മനസ്സിലായിട്ടാണ്. തിയറി ഒന്ന് മനസ്സിലാക്കുക, ഏതൊക്കെ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക, ആ പെർസെൻറ്റേജ് കൺവേർഷൻ വരുന്നതൊന്നും ക്ലിയർ ആക്കുക, അത്രമാത്രമുള്ള കാര്യങ്ങൾ. പിന്നെ ഡിഡക്ഷൻ എത്ര രൂപ വരെ കിട്ടുന്നതെന്ന് നോക്കി വയ്ക്കുക. എന്നാൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് തന്നെ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വിഭാഗം തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സിന് ഡിഡക്ഷനും 2-3 പ്രോബ്ലംസും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ എടുക്കണം, എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് ക്ലിയർ ആയിട്ടാവും. അപ്പോൾ തിയറി നന്നായിട്ട് മനസ്സിലായാൽ മാത്രമാണ് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ക്ലിയറായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്